ചേട്ടാ ഇന്നലത്തെ മത്സരം കണ്ടിരുന്നു. മലയാളികൾക്ക് ഏറെ അഭിമാനമുണ്ടാക്കിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ. 2020 വേൾഡ് കപ്പിൽ കേരളത്തിന്റെ സ്വന്തം, മലയാളത്തിന്റെ സ്വന്തം സഞ്ജു സാംസണിന്റെ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കളിയാക്കിയവർക്കെല്ലാം ഒരു മറുപടി എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ കളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ക്യാപ്റ്റൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ക്യാപ്പ് പൊക്കി അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ, അതെ, സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ഇത് മലയാളികളെല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു വിജയം അല്ലെ? തീർച്ചയായിട്ടും സഞ്ജു സാംസന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലുള്ളവരുടെ ഇഷ്ടമാണ്. കേരളത്തിൽ അത്ര ഡാർലിംഗ് ആണ് ഈ സഞ്ജു തിരുവനന്തപുരത്തുകാരനാണ്, അതറിയാം, എനിക്കറിയാം. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം ഭാഗത്തുള്ള ആളാണ്. അപ്പോൾ സഞ്ജുവിന്റെ സ്കൂൾ പഠനകാലമൊക്കെ തിരുവനന്തപുരത്ത് തന്നെയുള്ള സ്കൂളിലൊക്കെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് ഇന്നലെ സഞ്ജു എന്ന കളിക്കാരന്റെ ഉയർത്തെഴുന്നേൽപ്പ് കേരള ജനതയുടെ ആകെ ഒരു ആവശ്യമായിരുന്നു. സഞ്ജു പറഞ്ഞത്, ഞാൻ ഇന്നലെ കളിക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ആരാധകരെ എനിക്ക് എങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നാണ് ഞാൻ നോക്കിയത്. കാര്യം അദ്ദേഹത്തിനെ അവോയ്ഡ് ചെയ്യുന്നതിൽ ഇത്രയധികം കാര്യം ഒരു മലയാളി താരം ശ്രീശാന്ത് എന്ന് പറയുന്ന, ഇവിടെ കൊച്ചിക്കാരനായ ശ്രീശാന്ത് കേരള ടീമിൽ കളിച്ച് ഓർമ്മയുണ്ട്. ശ്രീശാന്ത് വളരെ അഗ്രസീവ് ബൗളറാണ്, വളരെ അഗ്രസീവ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ടീമിൽ മേക്ക് അറിയാവുന്നില്ല, ഇന്ത്യൻ ടീമിൽ അങ്ങനെ ഒരു മലയാളി സാന്നിധ്യം എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളി കാണുന്ന സമയത്ത് ഒരു ഇന്ത്യയിൽ ഒരു മലയാളി താരം വന്ന് കാണാൻ ഞങ്ങളെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട്. പെർഫോമൻസ് അത്രയ്ക്കുള്ള കളിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, നിരവധി പേര്. ഒരു അനന്ത പത്മനാഭൻ ഉണ്ടായിരുന്നു, ബൗളറാണ്, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സ്പിൻ ബൗളർ. ആ സമയത്താണ് മനീന്ദർ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിയായ ഒരു ബൗളർ ഇന്ത്യൻ ടീമിലുള്ളത്. അപ്പോൾ എത്ര മികവുറ്റ കളിക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ആ കളിക്കാർക്കൊന്നും ഇന്ത്യൻ ടീമിലേക്ക് കിട്ടത്തില്ല. കാരണം ആ ഒരു ലോബി, ഉത്തരേന്ത്യൻ ലോബിയാണ് ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത്. അവരങ്ങ് തീരുമാനിക്കുക ചെയ്യുന്നത്. അതിനിടയ്ക്കാണ് ശ്രീശാന്തിന്റെ പേര് വരുന്നത്. ശ്രീശാന്ത് പിന്നെ ഈ പറയുന്ന പേസ് ബൗളറായിരുന്നു, ഏറ്റവും നല്ലൊരു പേസ് ബൗളർ, അഗ്രസീവ് പേസ് ബൗളറായിരുന്നു. അദ്ദേഹത്തിന്റെ കരിയർ എങ്ങനെയാണ് പോകുന്നത്? അദ്ദേഹം ഈ IPL നടക്കുന്ന സമയത്ത് വാതുവെപ്പിന്റെ ഈ പേരിൽ അദ്ദേഹത്തിനെ കുരുങ്ങുന്നു. അപ്പോൾ IPL ടീമിൽ ശ്രീശാന്തിനൊപ്പം കളിച്ചു വന്ന, രാജസ്ഥാൻ റോയൽസിൽ കളിച്ചു വന്ന കളിക്കാരനാണ് സഞ്ജു സാംസൺ. IPL വളർന്ന് ഇന്ത്യൻ ടീമിൽ ഈ 2020 ഫോർമാറ്റിലേക്കാണ്, IPL 2020 ഫോർമാറ്റാണ്. ഈ IPL 2020 ഫോർമാറ്റ് ഇന്ത്യയുടെ 2020 ഫോർമാറ്റിലേക്ക് വരികയാണ്. സഞ്ജു വരികയാണ്. സഞ്ജുവിൻ്റെ കരിയർ ഏതാണ്ട് ഒരു 10 വർഷത്തെ കരിയറാണ് ഇപ്പോൾ ഇതിൽ കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. സഞ്ജുവിനെ തഴയാവുന്നതിൻ്റെ മാക്സിമം ഇവർ തഴഞ്ഞിട്ടുണ്ട്. 2020 1-ൽ 1-2 കളി കണ്ട സഞ്ജു കളിച്ചിട്ടുണ്ട്. അപ്പോൾ തഴയും തോറും മാധ്യമപ്രവർത്തകരും, സഞ്ജുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സഞ്ജു ഈ കളിച്ചു തുടങ്ങുന്ന സമയം മുതൽ ഇപ്പോഴും ഈ നമ്മുടെ മാധ്യമ മേഖലയിലെ മെയിൻ സ്ട്രീം ആയാലും ഓൺലൈൻ ആയാലും എല്ലാവരോടും ചേട്ടാ 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 എന്ന് വിളിച്ച് വളരെ ഒരു പൊളൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കളിക്കാരനാണ്. അപ്പോൾ ഈ ഓരോ ടീം പ്രഖ്യാപിക്കുമ്പോഴും ഓരോ ടൂർണമെൻറ്റിലും സഞ്ജുവിനെ തഴയുമ്പോൾ പ്രകോപനം ഉണ്ടാകത്തക്ക രീതിയിൽ സഞ്ജുവിനോട് ചോദിക്കുമ്പോൾ സഞ്ജു അതിനെല്ലാം ആ ടീം തീരുമാനിച്ചു, എനിക്ക് അവസരം കിട്ടിയില്ല, ഇങ്ങനെയാണ് സഞ്ജു പറഞ്ഞു പോകുന്നത്. മറിച്ച് സഞ്ജുവിൻ്റെ അച്ഛൻ ഇടയ്ക്കൊന്ന് പൊട്ടിത്തെറിച്ചു, അതിനെ സഞ്ജു വിമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ മത്സരം നമ്മൾ എടുക്കുമ്പോൾ സഞ്ജുവിന് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. കാരണം ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ കളിക്കുന്ന അഭിഷേക് ശർമ്മ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഈ ടൂർണമെന്റ് ഉടനീളം ഫോം ഔട്ടാണ്. ഏറ്റവും നല്ലൊരു ബാറ്റ്സ്മാനാണ്, നല്ല തീപ്പൊരി ബാറ്റ്സ്മാനാണ്, നല്ല മനോഹരമായിട്ട് 6ഉം 4ഉം കളിക്കുന്ന. കാര്യം 2020 എന്ന് പറഞ്ഞാൽ ബോൾസ് കളയാൻ പാടില്ല. ആകെ 20 ഓവറാണ്, 20 ഓവർ ആകെ 120 ബോളാണുള്ളത്. 6 ബോൾ വെച്ച് 20 ഓവറാകുമ്പം ആകെ 120 ബോൾ. ഈ 120 ബോളിൽ അടിക്കാവുന്നതിൻ്റെ പരമാവധി ഇപ്പോൾ 250 വരെ പോയിട്ടുണ്ട്. അത് 250 റൺസ്, 120ന്റെ നേരെ ഇരട്ടിയും കഴിഞ്ഞാണ് ഇപ്പോൾ റൺസ് വന്നിട്ടുള്ളത്. അത്രയ്ക്ക് വരെ റൺ റേറ്റ്, 10 റൺസ് കൂടുതൽ വരെ ഓവറിൽ റൺ റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മത്സരത്തിൽ അഭിഷേക് ശർമ്മ ഇപ്പോൾ കഴിഞ്ഞ 3 കളിയിൽ ഫോം ഔട്ടാണ്. അപ്പോൾ സഞ്ജുവിനെ എടുക്കുന്നതോടൊപ്പം തന്നെ ഇഷാൻ കിഷൻ എന്ന് പറയുന്ന മറ്റൊരു വിക്കറ്റ് കീപ്പറുണ്ട്. ഇഷാൻ കിഷനും IPL വന്നു. ഇഷാൻ കിഷൻ മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു പയ്യനാണ്. കാര്യം ഈ IPL വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഒരുപാട് ചെറുപ്പക്കാർ കളിച്ചു വരുന്നുണ്ട്. സത്യത്തിൽ കളി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഞങ്ങളൊക്കെ കളി കാണുന്ന സമയത്തുണ്ടല്ലോ, ഇത്രയും ടാലൻ്റുള്ള കളിക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു ഗവാസ്കർ, കപിൽ ദേവ് ടാലൻ്റ് ഉണ്ട്. ഒരു ഗവാസ്കർ അല്ലെങ്കിൽ ഒരു കപിൽ ദേവ് അല്ലെങ്കിൽ ഒരു അങ്ങനെ കുറച്ച് പേരൊക്കെ ഞങ്ങളുടെ ടാലൻ്റ് ഉള്ളവരില്ലെന്നല്ല, ഉണ്ട്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ യൂത്ത് യങ്സ്റ്റേഴ്സ്, ഈ കുട്ടികൾ പിള്ളേരെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം കളിയെ പടക്കം അടിക്കണ പോലെ അടിക്കുന്നത്. അപ്പോൾ ഈ അഭിഷേക് ശർമ്മ കഴിഞ്ഞ് പിന്നെ വേറൊരാളെ പരീക്ഷിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ന്യൂസിലൻഡിനോടുള്ള പരമ്പര ഇപ്പൊ കഴിഞ്ഞപ്പോൾ സഞ്ജു വേണ്ട രീതിയിൽ ഫോം ആയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇഷാൻ കിഷൻ, ഫോം ഔട്ടായിരുന്ന ഇഷാൻ കിഷൻ ടീമിലേക്ക് തിരികെ വരുന്നു. ഇഷാൻ കിഷനെ കളിപ്പിക്കുന്നു. ഇഷാൻ കിഷൻ കളിക്കുന്നു. സഞ്ജുവിന് ഇതിനിടയ്ക്കൊരു അവസരം കൊടുത്ത് ആ കളിയിൽ 2 കളിയിൽ സഞ്ജു 10ഉം 12ഉം ഒക്കെ ആയിട്ട് സഞ്ജു പോകുന്നു.
അപ്പോൾ ഇന്നലത്തെ കളിയിൽ സഞ്ജുവിനെ ഇറക്കുമ്പോൾ സഞ്ജുവിൻ്റെ അവസാന ചാൻസാണ്. കാര്യം ഇന്നലെ സൂപ്പർ 8-ലെ സെമി ഫൈനലിലേക്ക്, ഇത് ക്വാർട്ടർ ഫൈനലാണ്. ഈ 2020 എല്ലാ വർഷവും ഉള്ളൊരു വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ് എല്ലാ വർഷവും ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മളാണ് ചാമ്പ്യന്മാരെ. അത് നമ്മൾ രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി, വിരാട് കോഹ്ലി കളിക്കുന്നുണ്ട്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ 2011 ധോണിയുടെ ക്യാപ്റ്റൻ, 2008 ധോണിയുടെ ക്യാപ്റ്റൻസിലാണ് 2020 നമ്മൾ ആദ്യം വിജയിക്കുന്നത്. പാകിസ്ഥാനെ തോപ്പിച്ചു. അന്ന് ശ്രീശാന്ത് ടീമിലുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ഇന്നലത്തെ കളി നിർണായകമാണ്. അഭിഷേക് ശർമ്മ ഫോമിലല്ലെങ്കിലും അഭിഷേക് ശർമ്മയെ അല്ലാതെ വേറെ ആരെയും ഓപ്പണിങ്ങിൽ ഇറക്കില്ല. ശർമ്മ ഇറങ്ങുന്നു. ഇഷാൻ കിഷൻ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്, ശർമ്മയും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്. രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് നിൽക്കുമ്പോൾ ഈ ബൗളേഴ്സിന് അധികം പ്രശ്നം ഉണ്ടാവില്ല, ഫീൽഡിംഗ് പ്രശ്നമുണ്ട്, ഒരേപോലെ അങ്ങ് നിന്നാൽ മതി. റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ. ഇപ്പോൾ റൈറ്റ് ആണ് സഞ്ജു, അപ്പോൾ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. അങ്ങനെ ആകുമ്പോൾ ബൗളർക്ക് ആകെ കൺഫ്യൂഷൻ വരും. അതുമാത്രമല്ല ഈ ഫീൽഡിംഗ് അറേഞ്ച്മെന്റ് അതനുസരിച്ച് മാറ്റണം. ഈ ആദ്യത്തെ 10 ഓവർ പവർ പ്ലേ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറെ. അപ്പോൾ അതെല്ലാം എതിർ ടീമിന്റെ എല്ലാ നിഗമനങ്ങളെയും പൊളിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ പറ്റും. റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായി സഞ്ജു നിൽക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ മേഘ തുടക്കത്തിൽ പറഞ്ഞ പോലെ കളി കഴിഞ്ഞ് വരുമ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്പ് ഊരി അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. ഈ സൂര്യകുമാറിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ സഞ്ജുവിനെ എന്താ ഇറക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെ മാറ്റും ഇതിൽ എന്നാണ് ചോദിച്ചത്. അത്ര ടാലന്റ് ഉള്ള കളിക്കാരാണ്. അതെ, ഇപ്പൊ സഞ്ജു ഹോം ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള എവിടെയെങ്കിലും കളിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ഒരു നല്ലൊരു എന്താണ് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറില്ല. അത് ഈ പറഞ്ഞ പ്രഷറിന്റെ പുറത്തായിരിക്കും. കഴക്കൂട്ടത്ത് കളിച്ചു, അതെ, പോയി. അന്ന് ഏറ്റവും അത് വലിയ പ്രതീക്ഷയിലാണ് ഭയങ്കര പ്രതീക്ഷയിൽ പോയിരുന്നതാ. അപ്പൊ അന്ന് സഞ്ജു പോയി. അപ്പൊ ഇന്നലെ കളിക്കുമ്പോൾ സത്യം പറഞ്ഞാല് ഞാനൊരു എന്റെ സ്കൂൾ പഠനകാലം മുതൽ കളി കാണുന്നതാ. പക്ഷെ സഞ്ജുവിന്റെ ഇതിലുള്ള കളി സഞ്ജുവിന് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. സഞ്ജു എപ്പോഴും വേണോ ഔട്ടാവും. എന്നുവെച്ചാൽ ഒരു തൂക്കി ഒരു 6 അടിച്ചു, അടുത്തൊരു 4 അടിച്ചു, അത് കഴിഞ്ഞ് സഞ്ജു ചിലപ്പം ഒരു 25 റൺസിനകത്ത് സഞ്ജു എപ്പോഴും വേണോ ഔട്ടാവാം. അങ്ങനെ ഒരു ധാരണ ഈ പറയുന്ന കളി കാണുന്ന നമുക്ക് ഉണ്ടാവുന്നുണ്ട്. കാര്യം സഞ്ജു തൂക്കി അടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും 6 പോയിരുന്നു, പക്ഷെ കയ്യിൽ ബൗണ്ടറിയിൽ ഇരിക്കും. അതോടെ സഞ്ജു തീർന്നു. അപ്പൊ അങ്ങനെ ഒരു സഞ്ജുവിന്റെ ഓരോ ഷോട്ടും ഈ പന്ത് എവിടേക്ക് പോകും എന്ന രീതിയിൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ സഞ്ജു 20 കഴിയുന്നു, 30 കഴിയുന്നു. സത്യത്തിൽ ഏതാണ്ട് 50 വരെ ഞാൻ കണ്ടു. പിന്നീട് ഈ എതിർപക്ഷത്തുള്ള ഇപ്പം അഭിഷേക് ശർമ്മ ഔട്ടാകുന്നു, ഇഷാൻ കിഷൻ ഔട്ടാകുന്നു, സൂര്യകുമാർ ക്യാപ്റ്റൻ ഔട്ടാകുന്നു. ശേഷം തിലക് വർമ്മ വരുന്നു. തിലക് വർമ്മ ഒരുവിധം പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിയിട്ടൊന്ന് കിടന്നിട്ട് പിന്നെ എനിക്ക് കളി എന്തായെന്നുണ്ട്. സഞ്ജു ഔട്ടായിട്ട് നിർത്താമെന്ന് വിചാരിച്ചാൽ, കാര്യം സഞ്ജു എപ്പോഴും ഔട്ടാവും. സഞ്ജു ഔട്ടായി കളി നിർത്താന്ന് വെച്ചാൽ സഞ്ജു ഔട്ടായിട്ടുമില്ല. ലാസ്റ്റ് ഇടയ്ക്കൊന്ന് നോക്കി ഒരു മണി എടുപ്പിച്ച് നോക്കിയപ്പോൾ സഞ്ജു ഇങ്ങനെ ബാറ്റുമായിട്ട് നിൽക്കുന്ന കണ്ട. അപ്പോൾ സന്തോഷമായി. ഉറക്കമെല്ലാം മാറ്റി വെച്ചിട്ട് വീണ്ടും ഇരുന്ന് ബാക്കി കാണുക ചെയ്തത്. സത്യം പറഞ്ഞാൽ 50 റൺസിന് ശേഷം സഞ്ജു ഈ സ്ട്രോക്ക് പ്ലേ വളരെ കുറവാണ്. ഈ സിംഗിൾസ് എടുക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇന്നലെ സിംഗിൾസ് പൊട്ടിക്കളിക്കില്ല. പക്ഷെ എങ്കിലും 50 ബോളിൽ 97 റൺസ് എടുത്തിട്ടുണ്ട്. ഈ ടീമിന്റെ എതിർപക്ഷത്തിന്റെ ടീം ടോട്ടൽ എന്ന് പറയുന്നത് 195 ഇന്ത്യ ഇന്നലെ 195 റൺസ് അല്ലെങ്കിൽ 196 റൺസ് എടുക്കുമ്പോഴും 100 റൺസിന് അടുപ്പിച്ച് 97 റൺസ് ഇവന്റെ സഞ്ജുവിൻ്റെതായിട്ടുണ്ട്. ബാക്കി 100 റൺസേ ബാക്കി കളിക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതെ, ഇപ്പൊ സഞ്ജുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഫീൽഡ് ഔട്ട് ആകും, ആൾ ഇപ്പൊ ടീമിൽ നിന്ന് പോകും, ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി സഞ്ജുവിന്റെ പേരുണ്ടാകില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റില് ഒരു വളരെ മികച്ചൊരു കംബാക്ക് കൊടുക്കും. ഒരിക്കലും ഫീൽഡ് ഔട്ട് ആയി പോവില്ല. സഞ്ജുവിനെ മറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സഞ്ജു കാര്യങ്ങൾ എത്തിക്കില്ല. തിരിച്ച് നേരെ കൊണ്ട് ലൈം ലൈറ്റിൽ സഞ്ജുവിന്റെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ കരമെന്ന് പണ്ട് ക്രിക്കറ്റ് പറയുന്നത്. ഞാൻ ഇന്നലെ കളി കാണാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു കടുത്ത ദൈവവിശ്വാസിയാണ്, അത് മേഖല അറിയാം. ഞാൻ വെട്ടുകാട് ക്രിസ്തുരാജൻ ഇങ്ങനെ മനസ്സിലൊന്ന് ധ്യാനിച്ചു. നമ്മൾ തിരുവനന്തപുരത്തുകാരാണ്, നമുക്ക് എല്ലാവർക്കും ക്രിസ്തുരാജൻ നമ്മുടെ ദൈവം തന്നെയാണ്. ദൈവം ഈ ചെറുപ്പക്കാരൻ ഒരു 50 അടിക്കണേ. സത്യം ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു. സത്യത്തിൽ 97 റൺസ് വരെ ബാക്കിയുള്ളവരെല്ലാം ഔട്ടായി പോകുന്നു. ബാക്കിയുള്ളവരൊക്കെ ഔട്ടായി പോകുന്നു. എന്നിട്ടും സഞ്ജു നിൽക്കുന്നു. വിന്നിംഗ് ഷോട്ട് സഞ്ജുവാണ് അടിക്കുന്നത്. ഇയാൾക്ക് സഞ്ജു എന്ന് പറയുന്ന കളിക്കാരനെ കളിപ്പിക്കുന്ന കോച്ച് ഗൗതം ഗംഭീറിന്റെ കളി നമ്മൾ കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങളും കണ്ടിട്ടുണ്ടോ ഗൗതം ഗംഭീറിന്റെ? ഇത് സഞ്ജുവിന്റെ ഇതുവരെയുള്ള കളി ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവന്നില്ല. സഞ്ജുവിന് ഒരു ഗാർഡിയൻ ആയിരുന്നത് രാഹുൽ ദ്രാവിഡാണ്. രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്ന കളിക്കാരനാണ് സഞ്ജുവിനെ ഇതുവരെ കൂടെ നിർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ രാജസ്ഥാൻ റോയൽസിലും സഞ്ജു എത്തുന്നത് രാഹുൽ ദ്രാവിഡ് വഴിയാണ്. അപ്പോൾ
ഈ പറയുന്ന ഗൗതം ഗംഭീർ, കോച്ച് സൂര്യകുമാർ യാദവ്, അല്ലെങ്കിൽ മറ്റ് മുൻ കളിക്കാരായിട്ടുള്ളവരൊക്കെ തന്നെ ഇപ്പൊ രവിശാസ്ത്രിയൊക്കെയാണ് കുറച്ചെങ്കിലും ഇപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. രവിശാസ്ത്രി പഴയ കോച്ചാണ്. രോഹിത് ശർമ്മ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് സഞ്ജുവിനെ സംസാരിക്കുന്നുണ്ട്. സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറവാണ്. സഞ്ജുവിൻ്റെ ഒരു ചെറിയ തെറ്റ് പോലും എടുത്ത് ഭയങ്കരമായിട്ട്, ആകാശ് ചോപ്ര എന്ന് പറഞ്ഞൊരു പഴയ ബൗളറുണ്ട്. ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ എന്തുമാത്രം വാർത്തകളാണ് വന്നിട്ടുണ്ടെന്ന് അറിയാം. സത്യത്തിൽ ഇന്നലെ അവരുടെയൊക്കെ വാ അടപ്പിക്കത്തക്ക രീതിയിൽ, അതായത് വർഷം 10, ഈ നീണ്ട 10 വർഷത്തിൻ്റെ ഈ ചെറുപ്പക്കാരൻ കളിച്ചിരിക്കുന്ന വെറും 66 മത്സരങ്ങളാണ് മലയാളി എന്ന പേരിൽ. അതായത് ഈ നമ്മളെ തുടക്കത്തിൽ പറഞ്ഞ ശ്രീശാന്ത് ഉണ്ടാക്കി വെച്ചൊരു വിവാദം, അത് കാരണം മലയാളിയായ ഈ സഞ്ജുവിന് വല്ലാത്ത മാറ്റി നിർത്തൽ. ഒന്നുകൂടെ ഇതിലുണ്ട്, എന്തോ പറയുക, എന്തോ ഇതിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ വെള്ളം സിനിമയിൽ ഒരു വർത്തമാനം ഉണ്ടായിരുന്നല്ലോ, ഇൻസൾട്ടാണ് മുരളി ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതെ അതെ, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല, എന്നാലും ആ പറഞ്ഞൊരു പോയിന്റ്, ഇൻസൾട്ടഡ്, ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടഡ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ് സഞ്ജു സാംസൺ. ആ ഇൻസൾട്ടഡ് ആയ കളിക്കാരനായ സഞ്ജുവിൻ്റെ ഒരുപാട് പേർക്കുള്ള, തന്നെ ഇത്രയധികം പറഞ്ഞാക്ഷേപിച്ചവർക്ക് ഒക്കെ ഉള്ളൊരു മറുപടിയാണ് ഇന്നലത്തെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ്. ടീം ടോട്ടൽ വെറും 196 അല്ലെങ്കിൽ 97, സഞ്ജുവിൻ്റെ വക 97 റൺസ് ഉണ്ട്. അപ്പോൾ സഞ്ജുവിന് ഇനി ഒരു 5 കൊല്ലത്തേക്ക് 2020 കളിക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 30 കണ്ട് അടുപ്പിച്ചായിട്ടുണ്ട്. ഏതായാലും സഞ്ജു സാംസന്റെ കംബാക്ക്, അതായത് ഇന്നലെ നമ്മൾ യുദ്ധത്തിൻ്റെ ഒരു ഭീതിയിലുള്ള ഒരു ദിവസമാണ്. ശരിക്കും ഇന്നലെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു യുദ്ധം തന്നെയായിരുന്നു. വെസ്റ്റ് ഇൻഡീസിൻ്റെ ടീം നല്ല A ക്ലാസ് ടീമാണ്. എന്ത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെന്നറിയോ, ഫീൽഡിങ് A ക്ലാസ്, ബൗളിംഗ് A ക്ലാസ്, നല്ല സൂപ്പർ ടീമായിരുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ. ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇനി അടുത്തത് സെമി ഫൈനൽ ഇന്ത്യയുടെ എതിരാളികൾ ആരായിരുന്നാലും സഞ്ജുവിൻ്റെ ഇതിനേക്കാളും മാസ്സായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാകുമെന്ന് നമുക്ക് സഞ്ജു ആരാധകർ കരുതുന്ന പോലെ നമുക്കും കരുതാം.